കഴിഞ്ഞ സെഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മാനെ കുറിച്ച്. പോസ്റ്റ്മാൻ എന്നുള്ളത് API ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്, ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ API ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ആദ്യം പോസ്റ്റ്മാൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതേ സംഭവം തന്നെ ക്രോമിൻ്റെ എക്സ്റ്റൻഷനായിട്ടും കിട്ടും. അത് വേണമെങ്കിൽ ക്രോമിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയാണ് എത്തുക. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഒരു API ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിലെ റിക്വസ്റ്റിൽ നിങ്ങൾക്ക് പോസ്റ്റ്മാൻ ശരിക്കും ഇതിൽ വെച്ചിട്ട് നമുക്ക് API മാത്രമല്ല ഏത് വെബ് റിക്വസ്റ്റിനെയും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കീബോർഡിൻ്റെ URL ആണിത്. ഈ ഒരു URL ഞാനിവിടെ വന്നിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്യണം. ഇതാണ് URL കൊടുക്കേണ്ട സ്ഥലം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ HTTP മെത്തേഡ്, ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഡീഫോൾട്ടായിട്ട് നമ്മൾ ബ്രൗസറിൽ ഏത് വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഗെറ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഗെറ്റ് മെത്തേഡാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബ്രൗസറിൽ വന്നിട്ട് ഇൻസ്പെക്ടറിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് ടാബിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ജനറൽ സെക്ഷനിൽ നിങ്ങൾക്ക് URL കാണാൻ പറ്റും. അതിനുശേഷം റിക്വസ്റ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. ഗെറ്റാണിത്. ഓക്കെ, മിക്കവാറും എല്ലാ URLലും നിങ്ങൾക്ക് ഗെറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവാം. കാരണം അവിടുന്ന് റിസോഴ്സ് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണല്ലോ. അത് HTML ഫയൽ ആവാം, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആവാം, CSS ആവാം, ഇമേജ് ഫയൽ ആവാം. എന്താണെങ്കിലും സെർവറിന് ഇങ്ങോട്ട് എടുക്കാനുള്ളതായതുകൊണ്ട് അത് മെത്തേഡ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കൽ ഗെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ URL ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷന് ഇത് റിക്വസ്റ്റിൻ്റെ മെത്തേഡ് കൊടുക്കാൻ, URL കൊടുക്കാൻ, പിന്നെ ഇവിടെ അതിന് വേണ്ട പാരാമീറ്ററും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ, പിന്നെ അതിന് വേണ്ട HTTP ഹെഡർ നമ്മൾ പിന്നീട് പഠിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ളതാണ് ഇവിടെ. എന്നിട്ട് ഞാനിവിടെ ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ താഴെ ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇതതിൻ്റെ റെസ്പോൺസാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് HTML ആയിട്ടാണ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഇത് നമ്മൾ വെബ് പേജിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് HTML ആണ്. അതിൻ്റെ HTML രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നെറ്റ്വർക്കിൽ വരുന്ന റോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാം. പ്രിവ്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ ആയിട്ടും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് സക്സസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് കോഡാണ് 200. HTTP സ്റ്റാറ്റസ് കോഡ് നമ്മൾ പിന്നീട് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇപ്പം തൽക്കാലം ക്വിക്കായിട്ടൊന്ന് പറയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സക്സസ് ആണ്. അതിനെടുത്തിട്ടുള്ള സമയം 2.23 സെക്കൻഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള സൈസ് 70 KB ആണ് അതിൻ്റെ സൈസ് ഉള്ളത്, ഈ HTML ഫയലിൻ്റെ സൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കോഡ് എന്തൊക്കെയുള്ളത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് HTTP സ്റ്റാറ്റസ് കോഡ് ആൻഡ് ദെയർ മീനിങ് എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് സ്റ്റാറ്റസ് കോഡ് ഉണ്ട്, എല്ലാം കൂടി നിങ്ങൾ നോക്കുന്ന ആവശ്യമില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡുകൾ ഈ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം സക്സസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. 200 എന്നുള്ളത് ഓക്കെ. പിന്നെ ഒരു എക്സാമ്പിളായിട്ട് ഒരു യൂസർ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനെ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 201, ചില സമയത്ത് നമ്മൾ 200 തന്നെ അവിടെ ഉപയോഗിക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡ്, സക്സസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡ്. പിന്നെ ഇതെല്ലാം റീഡയറക്ഷന് വേണ്ടിയുള്ളതാണ്. ഒരു പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ഒരാൾ ആമസോണിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത ആളുകൾ കാണേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ മൈ ഓർഡേഴ്സിൻ്റെ സെക്ഷനിൽ ലോഗിൻ ചെയ്യാതെ കയറി കഴിഞ്ഞാൽ അവർ നേരെ ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അങ്ങനെ റീഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണോ പോകേണ്ടത് ആ URLഉം അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റാറ്റസ് കോഡും കൂടെ വെച്ചിട്ടാണ് അവിടുന്ന് സെർവറിൽ നിന്ന് റെസ്പോൺസ് വരിക. പിന്നെ നമ്മൾ ഇതെല്ലാം ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള എററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ
യൂസർ നെയിം പാസ്വേഡും കൊടുത്തു, അത് ഇൻവാലിഡ് ആണെങ്കിൽ അവിടുന്ന് സെർവറിന് വരെ മിക്കവാറും 400 ആയിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇതിന് തന്നെ ഈ 404ഉം 401 ചിലപ്പോൾ ഉപയോഗിക്കും. കോമൺ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു യൂസർ പുതിയതായിട്ട് രജിസ്ട്രേഷൻ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറേ ഡീറ്റെയിൽസ് അയാൾ ഫില്ല് ചെയ്യണം. അയാൾ കൊടുത്ത ഫോൺ നമ്പർ കറക്റ്റ് ഫോർമാറ്റിലല്ല, സെർവർ അത് വാലിഡേറ്റ് ചെയ്തിട്ട് ഇൻവാലിഡ് ഫോർമാറ്റാന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് വരുന്ന റെസ്പോൺസ് ബാഡ് റിക്വസ്റ്റ് എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുത്ത ഡാറ്റ ഇൻകറക്റ്റ് ആയതുകൊണ്ട് അത് ബാഡ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെർവറിൽ നിന്ന് അത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകറക്റ്റ് ഡാറ്റ ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻകറക്റ്റ് ആണെങ്കിൽ തിരിച്ചു വരുന്ന റെസ്പോൺസ് ആണ് 400 ബാഡ് റിക്വസ്റ്റ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗിൻ ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആണ് 401 അങ്ങനത്തെ. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഒരു അഡ്മിന് മാത്രം പെർമിഷനുള്ള APIനെ അഡ്മിൻ അല്ലാത്ത ഒരാൾ കോൾ ചെയ്യുന്ന സമയത്തുള്ള അൺഓതറൈസ്ഡ് ആണ് വരിക. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ ഫോർബിഡൺ ആണ് വരിക. അപ്പോൾ അതെല്ലാം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു 4 ഓതറൈസേഷനും അതേപോലെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റ തെറ്റുന്ന സമയത്തല്ലോ. പിന്നെ അതേപോലെ വരുന്ന വേറൊരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഒരു APIനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ അതിൽ ഡാറ്റ ഇല്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു പേജിനെ റിക്വസ്റ്റ് ചെയ്തു, അപ്പോൾ അങ്ങനെ ഒരു പേജ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് നോട്ട് ഫൗണ്ട്. ഈ നോട്ട് ഫൗണ്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കീബോർഡിൻ്റെ കേസിൽ സ്ലാഷ് വെറുതെ കുറച്ച് ലെറ്റർ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുക നോട്ട് ഫൗണ്ട് ആണ്, 404 ആണ് വരിക, പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഏത് പേജ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 404. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ 400, 401, 403 അതേപോലെ 404 അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് സെർവേഴ്സ് എറർ. ഇത് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ തെറ്റായത് കൊണ്ട് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള വരുന്നതാണ് ഈ ക്ലയൻറ്റ് എറർ വരിക. പിന്നെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന എററാണ് 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെർവറിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സെർവർ, ഞാനിപ്പോൾ ഒരു ഡാറ്റാബേസിൽ സേവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഡാറ്റാബേസ് ഡൗൺ ആണ്, അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ കഴിയില്ല, അവിടെ നമുക്കൊരു എറർ അടിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ഡെവലപ്പർ കൊടുത്തിട്ടുള്ള കൊറിയിൽ എന്തെങ്കിലും തെറ്റുണ്ട്, ഡാറ്റാബേസിൽ സേവ് ചെയ്യാനുള്ള കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സെർവറിൽ നിന്ന് വരുന്ന സ്റ്റാറ്റസ് കോഡാണ് 500. അതേപോലെ സെർവറെ ഡൗൺ ആയി കഴിഞ്ഞു, ഫുള്ളായിട്ട് സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് 403 സർവീസ് അൺഅവൈലബിൾ എന്നുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് വരുന്ന വേറൊന്നാണ് 504 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെർവർ വളരെ സ്ലോ ആണ്, ഡൗൺ അല്ല പക്ഷെ വളരെ സ്ലോ ആണ്, ഇപ്പോൾ ഒരു 10 സെക്കൻഡെല്ലാം വെയിറ്റ് ചെയ്തിട്ടും റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ നമുക്ക് ടൈം ഔട്ട് എറർ വരും, അപ്പോഴെല്ലാം നമുക്ക് കിട്ടുന്നതാണ് 504. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് കോഡ്, ഇതെല്ലാം REST APIൻ്റെ അല്ലെങ്കിൽ HTTP പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അഗ്രി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു സ്ഥലത്ത് 400 എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ എന്തോ തെറ്റുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡെവലപ്പറെ സംബന്ധിച്ച് ഈവൻ ഒരാൾ തരുന്ന ഡാറ്റ തെറ്റുണ്ടെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് ഈ 500 എന്നുള്ള സ്റ്റാറ്റസ് കോഡ് റിട്ടേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 200 എന്നുള്ള സക്സസിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷേ അത് ആരും അങ്ങനെ ചെയ്യൂല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റ് ഡെവലപ്പേഴ്സ് ആ കോഡ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ സ്റ്റാറ്റസ് കോഡ് കണ്ടു കഴിഞ്ഞാൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ മറ്റുള്ള ഡെവലപ്പേഴ്സിന് വളരെ ക്വിക്കായിട്ട് അത് മനസ്സിലാക്കാനും ഫിക്സ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതാണ് സ്റ്റാറ്റസ് കോഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസ്റ്റ്മാൻ എന്നാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ലാത്തൊരു പേജിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരിക സ്റ്റാറ്റസ് കോഡ് 404 എന്നുള്ള നോട്ട് ഫൗണ്ട് എന്നുള്ള സ്റ്റാറ്റസ് കോഡാണ് കിട്ടുക. സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടലാണ് 200 എന്നുള്ളതും അല്ലെങ്കിൽ 201 എന്നുള്ള സ്റ്റാറ്റസ് കോഡുകളെല്ലാം. ഇതാണ് പോസ്റ്റ്മാൻ. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് API മെത്തേഡിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ നോക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് പോസ്റ്റ്മാൻ എങ്ങനെ ഓപ്പൺ ആക്കാന്നുള്ളതും അതേപോലെ HTTP സ്റ്റാറ്റസ് കോഡ് എന്താണെന്നുള്ളതും മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ.